നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സിനെ കുറിച്ചും HIV-യെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമുക്കൊപ്പം സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ആർ ശ്രീലതയുണ്ട്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ലോക എയ്ഡ്സ് ദിനമാണ് ഡിസംബർ 1. എന്താണ് ഈ വർഷത്തെ സന്ദേശം? എന്താണ് ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്? HIV പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും HIV-യെ പറ്റി പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനും HIV അണുബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും HIV അണുബാധ മൂലം മരണമടഞ്ഞവരെ അനുസ്മരിക്കുന്നതിനും വേണ്ടിയാണ് നാം ഈ ദിനം ആചരിക്കുന്നത്. ഈ വർഷത്തെ തീം എന്നത് ടേക്സ് ദി റൈറ്റ്സ് പാത്ത് എന്നാണ്. അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ. മനുഷ്യാവകാശങ്ങളുടെ പാത സ്വീകരിച്ച് കമ്മ്യൂണിറ്റികൾ പ്രവർത്തിച്ചാൽ 2030 ആകുമ്പോഴേക്കും എയ്ഡ്സ് ലോകത്തിന് ഒരു ആരോഗ്യ ഭീഷണിയാകുന്നത് നമുക്ക് തടയാനാകും. HIV അണുബാധിതരെയും അണുബാധയുണ്ടാകാൻ സാധ്യതയുള്ളവരെയും നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അതായത് HIV അണുബാധ ചികിത്സ എടുക്കണമെങ്കിൽ സമൂഹത്തിലെ ആളുകൾ ടെസ്റ്റിങ്ങിനും ചികിത്സയ്ക്കുമായിട്ട് മുന്നോട്ട് വരണം. സമൂഹത്തിലെ സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ HIV അണുബാധിതരോടും HIV അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളായ ട്രാൻസ്ജെൻഡറുകൾ, സെക്സ് വർക്കേഴ്സ്, ഹോമോസെക്ഷൽ മെയിൽസ് ഇവരെയോട് സമൂഹം കാണിക്കുന്ന അവരെ ഒറ്റപ്പെടുത്തുന്ന സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും വേണം എന്നാണ് ഈ ദിനം നമ്മൾക്ക് നൽകുന്ന സന്ദേശം. ഇതിനായി വർണ്ണ വർഗ ലിംഗ അസമത്വം ഇല്ലാതാക്കി സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും നിയമപരവുമായ സമത്വം കൊണ്ടുവരികയും വേണം. ഇതിനുള്ള സാഹചര്യം നാം ഒരുക്കണം. ഇവരെ ശാക്തീകരിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നാണ് ഈ ദിനം നമുക്ക് നൽകുന്ന സന്ദേശം. ഈ ദിവസം, അതായത് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. അന്നേ ദിവസം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഓരോ സ്ഥലത്തും ഈ സമ്മേളനത്തോടൊപ്പം റാലികൾ, ഫ്ലാഷ് മോബുകൾ, ഫോക്ക് പരിപാടികൾ, അതായത് നാടൻ കലാരൂപങ്ങൾ വഴി ജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ലെവൽ ആയിട്ടുള്ള പ്രോഗ്രാമിൽ നമ്മുടെ ഖസാക്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്ക് പ്രവർത്തന മേഖലയിലുള്ള ഓരോ വിഭാഗത്തിനും നമ്മൾ അവാർഡുകൾ, ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തുന്ന അവാർഡുകൾ നൽകുന്നുണ്ട്. ഖസാക്സിന്റെ ഘടകങ്ങളായ ICTC-കൾ, പ്രിവെന്റീവ് സെക്ഷൻ പ്രോജക്റ്റുകൾ മുതലായവ വഴി ഓരോ വിഭാഗവും പ്രത്യേകം എക്സിബിഷനുകൾ, ബോധവൽക്കരണം, ടെസ്റ്റിംഗ് എന്നിവ നടത്തുന്നുണ്ട്. ഡോക്ടർ, ഈ വർഷത്തെ ദിനാചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡോക്ടർ സംസാരിച്ചു. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. എയ്ഡ്സ് രോഗത്തെ ഇക്കാലത്ത് എത്രത്തോളം കരുതിയിരിക്കേണ്ടതുണ്ട്? ബോധവൽക്കരണത്തിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്? എയ്ഡ്സിനെ പറ്റി നാം വളരെയധികം കരുതലോടെ ഇരിക്കേണ്ടതാണ്. ഏതാണ്ട് 4 കോടിയോളം ആളുകളാണ് എയ്ഡ്സ് ബാധ മൂലം ലോകത്ത് ഇന്നേ വരെ മരണമടഞ്ഞിട്ടുള്ളത്. HIV-യെ പറ്റിയുള്ള അവബോധം ഉണ്ടാകുകയും HIV അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുള്ളവർ ടെസ്റ്റ് ചെയ്ത് അവർക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുകയും ചികിത്സ നേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളെയാണ് ഈ രോഗാണു ബാധിക്കുന്നത്. അതായത് രാജ്യത്തിന്റെ വർക്ക് ചെയ്യുന്ന, അതായത് പ്രവൃത്തി മേഖലയിൽ ഉള്ള യുവജനങ്ങൾ, അവരെയാണ് ഈ അണുബാധ കൂടുതലും ബാധിക്കുന്നത്. അതുപോലെ ഇതിന്റെ ചികിത്സ സർക്കാർ സൗജന്യമായിട്ടാണ് നൽകുന്നത്. ചികിത്സ വളരെയധികം വില കൂടിയ മരുന്നുകളാണ് നമ്മൾ ഇതിനായിട്ട് നൽകുന്നത്. അതിനാൽ നമ്മുടെ രാജ്യത്ത് കൂടുതൽ HIV അണുബാധിതരുണ്ടാകുന്നത് നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. അതിനാൽ HIV പ്രതിരോധം വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനായി ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനം. ജനങ്ങളെയും എല്ലാ വിഭാഗത്തെയും ബോധവൽക്കരിച്ച് HIV അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള ഓരോരുത്തരും മുന്നോട്ട് വന്ന് ടെസ്റ്റ് ചെയ്യുകയും അണുബാധയുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കുകയും ചെയ്യണം. അതുപോലെ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ HIV അണുബാധിതരോടും
HIV ബാധിക്കാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളായ ലൈംഗിക തൊഴിലാളികൾ, മയക്കുമരുന്ന് കുത്തിവെക്കുന്നവർ, പുരുഷ സ്വവർഗരതിക്കാരായ ആളുകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, അതുകൂടാതെ ദീർഘദൂര ഡ്രൈവർമാർ, അതിഥി തൊഴിലാളികൾ, ഇവർക്ക് ബോധവൽക്കരണം നടത്തുകയും അവരുടെ ഇടയിൽ ടെസ്റ്റിംഗ് നടത്തുകയും ചെയ്യേണ്ടതും അവരിലുള്ള സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, അതായത് അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി മാറ്റി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരികയും ചെയ്തെങ്കിൽ മാത്രമേ ഇവർ ചികിത്സയ്ക്കായിട്ട് മുന്നോട്ട് വരികയുള്ളൂ. ആ ഒരവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നാണ് ഈ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഡോക്ടർ, ഇതോടൊപ്പം മറ്റൊരു കാര്യം ചോദിക്കട്ടെ. HIV-യും എയ്ഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എയ്ഡ്സ് പകർന്നത് എങ്ങനെയാണ്? പടരുന്ന രീതികൾ ഏതെല്ലാമാണ്? ഒന്ന് വിവരിക്കാമോ? HIV ഒരു വൈറസ് ആണ്. വൈറസ് ശരീരത്തെ ബാധിക്കുന്നതിനാണ് HIV അണുബാധ. അതൊരു രോഗാവസ്ഥയല്ല. HIV അണു ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന CD4 സെല്ലുകൾ, അതായത് രക്തത്തിലെ അണുക്കളാണ് പ്രതിരോധശേഷി നൽകുന്ന CD4 കോശങ്ങളെ ആക്രമിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. CD4 സെല്ലുകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ പലതരം അണുബാധകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് TB, അതുപോലെ പലതരം ന്യൂമോണിയ, ന്യൂമോസിസ്റ്റൈറ്റിസ് ന്യൂമോണിയ, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ, കാൻഡിഡിയാസിസ് പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ, ചിലതരം ത്വക്കിലുണ്ടാകുന്ന കാപ്പോസിസ് സർക്കോമ പോലെയുള്ള ക്യാൻസറുകൾ, ഇതെല്ലാം അവരെ ബാധിക്കുകയും ആ വ്യക്തിയുടെ അവസ്ഥ വളരെ പരിതാപകരമാകുന്ന ആ രീതിയിൽ എത്തുമ്പോഴാണ് അതിന് എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ബാധയിലേക്ക് പോയി കഴിയുമ്പോൾ ആ വ്യക്തി രോഗബാധ മൂലം മരണമടയാനും സാധ്യതയുണ്ട്. ശരിയായ ചികിത്സ നമ്മൾ കൃത്യസമയത്ത് കൊടുത്താൽ, അതായത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ പ്രധാനം. എത്രയും നേരത്തെ രോഗം കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്താൽ HIV അണുബാധിതന് ഒരു സാധാരണ ജീവിതം നയിക്കാനാകും. അതിനായി ഈ രോഗം അണുബാധ എങ്ങനെ ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളും അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ചും യുവജനങ്ങൾ. 4 തരത്തിൽ മാത്രമാണ് HIV അണുബാധ പകരുന്നത്. ഒന്ന്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം. HIV അണുബാധിതനുമായി ഉറ ഉപയോഗിക്കാതെയുള്ള ലൈംഗിക ബന്ധം HIV പകരാൻ സാധ്യതയുണ്ടാക്കുന്നു. അതുപോലെ HIV അണുബാധിതയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV രോഗം പകരും. HIV അണുബാധിതന്റെ രക്തം സ്വീകരിക്കുന്നത് വഴിയും HIV അണുബാധ ഒരാൾക്കുണ്ടാകാം. അതുപോലെ HIV അണുബാധിതൻ ഉപയോഗിച്ച സിറിഞ്ചും നീഡിലും സ്റ്റെറിലൈസ് ചെയ്യാതെ ഉപയോഗിച്ചാലും HIV അണുബാധ ഉണ്ടാകാം. പ്രത്യേകിച്ചും മയക്കുമരുന്ന് കുത്തിവെക്കുന്നവരുടെ ഇടയിൽ ഒരേ സിറിഞ്ചും നീഡിലും ഉപയോഗിച്ച് മരുന്ന് കുത്തിവെക്കുന്ന രീതിയുണ്ട്. ഇത് HIV അണുബാധ പകരാനിടയാകും. ഈ 4 തരത്തിലല്ലാതെ HIV രോഗം പകരുകയില്ല. ഒരു വ്യക്തിയെ ആലിംഗനം ചെയ്തത് കൊണ്ടോ ചുംബിച്ചത് കൊണ്ടോ ഒരേ ടോയ്ലറ്റ് ഉപയോഗിച്ചത് കൊണ്ടോ ഒന്നും HIV പകരുകയില്ല. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ലഹരി ഉപയോഗവും HIV-യും തമ്മിലുള്ള ബന്ധം. അതോടൊപ്പം ചോദിക്കുകയാണ്, HIV ബാധ കൂടാൻ ലഹരി ഉപയോഗം കാരണമാകുന്നുണ്ടെന്നാണല്ലോ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലഹരി കുത്തിവയ്പ്പ് എത്രത്തോളം ഇതിന് കാരണമാകുന്നുണ്ട്? എന്താണ് ഈ റീസെന്റ് ടൈമിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്? യുവജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? അതൊക്കെ ഒന്ന് സൂചിപ്പിക്കാമോ? യുവജനങ്ങളിലാണ് HIV അണുബാധ കൂടുതലായി ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചും 15-നും 30-നും ഇടയിലുള്ള യുവജനങ്ങളിലാണ് കൂടുതൽ HIV പോസിറ്റീവായ ആളുകളെ നമുക്ക് ടെസ്റ്റിങ്ങിലൂടെ കിട്ടിയിട്ടുള്ളത്. മയക്കുമരുന്ന് കുത്തിവെക്കുമ്പോൾ അവര് ഒരേ സിറിഞ്ചും നീഡിലും ഉപയോഗിച്ച് കുത്തിവെക്കുന്നു. അതുമൂലം ഒരാൾക്ക് HIV ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കല്ല അത് പകരാൻ സാധ്യതയുണ്ട്. അതുപോലെ മയക്കുമരുന്നിന്റെ ലഹരിയിൽ ഇവർ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാനും ഉള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം HIV അണുബാധ പകരാൻ കാരണമാകുന്നു. അതുപോലെ സോഷ്യൽ മീഡിയ വഴി ലൈംഗിക പങ്കാളികളെ കണ്ടെത്തുന്ന രീതിയുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിനുശേഷം ആ ആളുകൾ ആരാണെന്ന് പോലും അവരുടെ അഡ്രസ്സ് ഒന്നും അറിയില്ല. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് HIV അണുബാധിതന്റെ ലൈംഗിക പങ്കാളിയെ കണ്ടുപിടിച്ച് അവരുടെ ടെസ്റ്റ് നടത്തുക, അവർക്ക് രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കുക. നമ്മൾ രോഗം ചികിത്സിച്ചാൽ ആ വ്യക്തിയുടെ ശരീരത്തിലെ അണുവിന്റെ സാന്ദ്രത കുറയുകയും ആ വ്യക്തി മറ്റൊരാളിലേക്ക് രോഗം പകർത്താത്ത ഒരവസ്ഥയിലേക്കും പോകും. അപ്പോൾ ഏറ്റവും പ്രതിരോധത്തിലെ പ്രധാന ഭാഗമാണ് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഏറ്റവും നേരത്തെ രോഗം കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. അപ്പോൾ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അണുബാധ ഉണ്ടാകുന്നത്,
ആ ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നുപോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ടെസ്റ്റ് ചെയ്യണം. അതിന് ടെസ്റ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നതെന്ന് അവരറിഞ്ഞിരിക്കണം. ശരിയാണ് ഡോക്ടർ. ബോധവൽക്കരണമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. HIV കുറിച്ചും എയ്ഡ്സ് എങ്ങനെയാണ് പടരുന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഡോക്ടർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. എയ്ഡ്സ് എങ്ങനെ തടയാം, എന്തെല്ലാം കാര്യങ്ങൾ ഇതിനായി ശ്രദ്ധിക്കണം, എന്തെല്ലാം കരുതലെടുക്കണം, ഇതിന്റെ സങ്കീർണതകൾ എന്തെല്ലാമാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? HIV പകരാതിരിക്കാൻ പ്രധാന മാർഗങ്ങളിൽ ഏറ്റവും ഉത്തരവാദിത്വം നമ്മൾ അറിയേണ്ടത് ബോധവൽക്കരണമാണ്. എങ്ങനെയാണ് പകരുന്നത്, എന്താണ് അതിനുള്ള സാഹചര്യങ്ങൾ എന്നുള്ളത് പൊതുജനങ്ങളും യുവജനങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രധാനമായും ABC മാർഗങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കോവിഡിന്റെ കാര്യത്തിൽ SMS പറഞ്ഞ പോലെ ABC ആണ് HIV പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പറയുന്നത്. A എന്ന് പറയുന്നത് അബ്സ്റ്റിനൻസ്, വിട്ടുനിൽക്കുക, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. B എന്ന് പറയുന്നത് ബി ഫെയ്ത്ത്ഫുൾ ടു യുവർ പാർട്ട്ണർ, ലൈംഗിക പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുക. ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ഉണ്ടെങ്കിൽ അത് HIV ബാധയ്ക്ക് കാരണമാകുന്നു. C എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആൻഡ് കറക്റ്റ് യൂസ് ഓഫ് കോണ്ടം, ഗർഭനിരോധന ഉറകൾ, അത് HIV പകരുന്നത് തടയുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും വേണം. ഡോക്ടർ, മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. രാജ്യത്ത് ഏറ്റവും കുറവ് HIV നിരക്കുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ നമ്മുടെ കേരളം. എയ്ഡ്സ് തടയുന്നതിൽ സർക്കാർ തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, അതേക്കുറിച്ചൊന്ന് പറയാമോ? HIV ഏറ്റവും സാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. നമ്മുടെ രാജ്യത്തിന്റെ സാന്ദ്രത 0.2 കേരളത്തിന്റെ സാന്ദ്രത 0.07 മാത്രമാണ്. നമ്മുടെ സംസ്ഥാനത്ത് HIV അണുബാധിതരെ കണ്ടുപിടിക്കാനായി കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വഴി വിവിധ ഔട്ട്ലെറ്റുകളാണ് നമുക്കുള്ളത്, സേവന കേന്ദ്രങ്ങളാണുള്ളത്. അവിടെ സൗജന്യമായ ടെസ്റ്റിങ്ങും ചികിത്സയും നൽകി വരുന്നു. അതുപോലെ അവർക്ക് ബോധവൽക്കരണം നൽകുന്നു. എല്ലാവിധ ചികിത്സയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സംരക്ഷണങ്ങളും നൽകുന്നു. സർക്കാർ അതുപോലെ വിവിധ അവർക്ക് വേണ്ടിയുള്ള സഹായ പദ്ധതികൾ, സ്കീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. HIV അണുബാധിതരുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, അതുപോലെ അവർക്ക് ചികിത്സാ സഹായത്തിനായി ധനസഹായ പദ്ധതി 1000 രൂപ വീതം മാസം തോറും നൽകുന്നു. HIV അണുബാധിതരുടെ കുടുംബത്തെ BPL വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി സൗജന്യ ചികിത്സ നൽകുന്നു. HIV അണുബാധിതരായ സ്ത്രീകൾക്ക് സൗജന്യമായ പാസ്നിയർ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് സൗജന്യമായി ഭവനങ്ങൾ നൽകുന്ന പദ്ധതിയും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ, അതോടൊപ്പം ചോദിക്കുകയാണ്, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, എവിടെയെല്ലാം സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, HIV ബാധിതർക്കും ഹൈറിസ്ക് ഗ്രൂപ്പിലുള്ളവർക്കും എന്ത് സഹായം ചെയ്യാനാകും, ഇതേക്കുറിച്ചൊന്ന് പറയാമോ? കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രവർത്തനം ഇവരുടെ ചികിത്സ, സംരക്ഷണം മുതലായവയിൽ, അതായത് പോലെ HIV പ്രതിരോധം എന്നിവയിൽ വളരെയധികം ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഇത്രയും കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. അതിനായി വിവിധ കേന്ദ്രങ്ങളാണ് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് ജ്യോതിസ് കേന്ദ്രങ്ങൾ അഥവാ ICTCകൾ. അവിടെ ഏതൊരു വ്യക്തിക്കും കടന്നു ചെന്ന് സൗജന്യമായ കൗൺസിലിങ്ങും ടെസ്റ്റിങ്ങും അവർക്ക് ലഭിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ രക്തം പരിശോധിച്ച് അവർ പോസിറ്റീവായാൽ അവരുടെ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തറിയിക്കുകയില്ല. ടെസ്റ്റിങ്ങിന് മുൻപും അതിനുശേഷവും കൗൺസിലിംഗ് നൽകും. പോസിറ്റീവായാൽ അവരെ ART കേന്ദ്രങ്ങൾ, ചികിത്സാ കേന്ദ്രങ്ങൾ അഥവാ ഉഷസ് കേന്ദ്രങ്ങളിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട ചികിത്സകൾ നൽകും. ചികിത്സ ലഭിക്കുന്നവർക്ക് അതുപോലെ CSC കേന്ദ്രങ്ങൾ, കെയർ ആൻഡ് സപ്പോർട്ട് സെന്ററുകളുണ്ട്. കെയർ ആൻഡ് സപ്പോർട്ട് സെന്ററുകളിൽ സൗജന്യമായിട്ട് അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും, അതായത് ചികിത്സാ പരിചരണങ്ങൾ, അവർക്ക് വേണ്ട സോഷ്യൽ പ്രൊട്ടക്ഷൻ സ്കീമുകളിലേക്ക് അവരെ ബന്ധിപ്പിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട തുടർ പരിചരണങ്ങൾ. അതുപോലെ CSC എന്ന് പറഞ്ഞ കെയർ ആൻഡ് സപ്പോർട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവായ ആളുകളുടെ കൂട്ടായ്മയുടെ സഹകരണത്തോടെ നൽകുന്നതാണ്. അവർക്ക് ബോധവൽക്കരണം നൽകുന്നു. അതുപോലെ അവരുടെ HIV അണുബാധിതരുടെ പരിചരണം, അവരുടെ സുരക്ഷാ സ്കീമുകൾ രൂപീകരിക്കുന്നതിനുള്ള നയരൂപീകരണം, ഇതിലെല്ലാം അവരെ പങ്കാളികളാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ടെസ്റ്റിംഗ് സെന്ററുകൾ കേരളത്തിലുടനീളം 793
ജ്യോതിസ് കേന്ദ്രങ്ങളുണ്ട്. അതിൽ 88 എണ്ണമാണ് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേരിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത്. 615 എണ്ണം കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സാങ്കേതിക സഹായത്തോടെയും ബാക്കി 90 എണ്ണം പ്രൈവറ്റ് മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നത്. പുലരി കേന്ദ്രങ്ങൾ അഥവാ ലൈംഗിക രോഗ ചികിത്സാ കേന്ദ്രങ്ങൾ, ഡിസ്ട്രിക്ട് STI ആൻഡ് RTI സെന്റേഴ്സ്, അവിടെ ലൈംഗിക രോഗങ്ങൾക്കുള്ള ചികിത്സ നൽകുന്നു. ലൈംഗിക രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ലൈംഗിക രോഗങ്ങൾ ഉള്ള ആളുകൾക്ക് 6 മുതൽ 10% വരെ HIV ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ലൈംഗിക രോഗ ചികിത്സ സൗജന്യമായി ഇവിടെ ഗുണമേന്മയുള്ള ചികിത്സയാണ് നമ്മൾ നൽകുന്നത്. അതുപോലെ കേരളത്തിലുടനീളം 64 സുരക്ഷാ പ്രോജക്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ HIV അണുബാധിതരാകാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ, അവരെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സ്ത്രീ ലൈംഗിക തൊഴിലാളികൾ, ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്യുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, സ്വർഗരതിക്കാരായ പുരുഷന്മാർ, ട്രാൻസ്ജെൻഡറുകൾ, ദീർഘദൂര ഡ്രൈവർമാർ, അതിഥി തൊഴിലാളികൾ, ഇത്രയും വിഭാഗങ്ങളെ രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് റെഗുലർ മെഡിക്കൽ ചെക്കപ്പ്, കൃത്യമായ ഇന്റർവെല്ലുകളിൽ അവർക്ക് മെഡിക്കൽ ചെക്കപ്പും ടെസ്റ്റിങ്ങും ചെയ്തു കൊടുക്കുന്നു. അതുപോലെ പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സ ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. ICTCയും ഈ പ്രിവെൻഷൻ സെക്ഷനുമായി ചേർന്ന് ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ട്. അവർ ഇന്നത്തെ ഈ എയ്ഡ്സ് ദിനത്തിൽ ഓരോ വിഭാഗവും എക്സിബിഷൻ, ടെസ്റ്റിംഗ്, ബോധവൽക്കരണം എന്നിവ നടത്തുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ IEC വിഭാഗം, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബോധവൽക്കരണമാണ് ഇവർ നൽകിയത്. ഇതാണ് ഏറ്റവും പ്രധാനം. ബോധവൽക്കരണ വിഭാഗം 3 വിഭാഗമാണ് അതിലുള്ളത്. മെയിൻ സ്ട്രീമിംഗ് വിഭാഗത്തിൽ നമ്മൾ പത്രമാധ്യമങ്ങൾ വഴിയും റേഡിയോ, TV മുതലായ വഴിയും പരസ്യങ്ങൾ നൽകി HIV പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട്. അതുപോലെ പോസ്റ്ററുകൾ, ബാനറുകൾ എന്നിവ, LED സ്ക്രീനുകൾ മുതലായവ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച്, അതുപോലെ ഫോക്ക് പരിപാടികൾ, നാടൻ കലാരൂപങ്ങൾ, അതായത് കഥാപ്രസംഗം, കാക്കാരിശി നാടകം, കുറവരശി നാടകം, പിന്നെ പപ്പറ്റ് ഷോ, മാജിക് ഷോ എന്നിവ വഴി തീരദേശങ്ങളിലും ആദിവാസി മേഖലകളിലും പ്രത്യേകിച്ച് അവരുടെ ഭാഷയിൽ ഫോക്ക് പരിപാടികൾ അവതരിപ്പിച്ചും അവരെ ബോധവൽക്കരിക്കുന്നുണ്ട്. അവിടെയെല്ലാം ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ അവബോധം വളർത്താനായുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് യുവജനങ്ങളിൽ പ്രത്യേകിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. കോളേജിലെ വിദ്യാർത്ഥികൾക്കായിട്ട് റെഡ് റിബൺ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് സ്കൂൾ യൂത്ത്, കോളേജിലും സ്കൂളിലും അല്ലാത്ത യുവജനങ്ങൾക്ക് വേണ്ടി ബോധവൽക്കരണം നടത്തുന്നതിനായി നെഹ്റു യുവകേന്ദ്രയാണ് അതിന് നടത്തുന്നത്. NSSുമായി ചേർന്നാണ് യുവജനങ്ങളിൽ കോളേജിലും സ്കൂളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തുന്നത്. 300-ലധികം റെഡ് റിബൺ ക്ലബ്ബുകൾ വിവിധ കോളേജുകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ സ്കൂളുകളിൽ, എല്ലാ സ്കൂളുകളിലും NSSന്റെ സഹായത്തോടെ അഡോളസെന്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് യുവജനങ്ങൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും കഴിഞ്ഞ യൂത്ത് ഡേയുടെ ഭാഗമായിട്ട് ബോധവൽക്കരണം എല്ലാ ജില്ലകളിലും വിവിധ അതായത് ഫോക്ക് പരിപാടികൾ, നാടൻ കലാരൂപങ്ങൾ അതുവഴിയും, അതുപോലെ നമ്മുടെ കസാക്സിന്റെ കീഴിലുള്ള ഓരോ പ്രവർത്തന യൂണിറ്റുകൾ വഴിയും നമ്മൾ ഈ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗം ജിപ്പ ആണ്, ഗ്രേറ്റർ ഇന്റർവെൻഷൻ ഓൺ പീപ്പിൾ ലിവിംഗ് വിത്ത് HIV എന്നുള്ളതാണ്. HIV അണുബാധിതർക്ക് വേണ്ടി പ്രത്യേക പ്രവർത്തനം നടത്തുന്ന ഒരു ഭാഗമാണ് ജിപ്പ. അവരെ ബോധവൽക്കരിക്കുകയും അവരുടെ മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കും യുവജന വിഭാഗങ്ങൾക്കും എല്ലാം പ്രത്യേകം ട്രെയിനിങ് നൽകുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ലഭ്യമായ സോഷ്യൽ പ്രൊട്ടക്ഷൻ സ്കീമുകൾ അവരെ പരിചയപ്പെടുത്തുകയും അവ ലഭ്യമാക്കുകയും എല്ലാം ചെയ്യുന്ന വിഭാഗമാണ് ജിപ്പ. മൂന്നാമത്തെ വിഭാഗമാണ് യൂത്ത് വിഭാഗമാണ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. യുവജനങ്ങളിൽ പ്രത്യേകിച്ച് റെഡ് റിബൺ ക്ലബ്ബുകൾ വഴിയും അഡോളസൻ ക്ലബ്ബുകൾ വഴിയും എല്ലാം ഓരോ വിഭാഗത്തിലും നമ്മൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ സ്ട്രീമിംഗ് വിഭാഗത്തിൽ നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട്, മറ്റ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ്, എക്സൈസ്, സാമൂഹ്യക്ഷേമ വകുപ്പ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുമായി ചേർന്ന് ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്.
അവരുമായിട്ട് മീറ്റിങ്ങുകൾ നടത്തുകയും നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്ക് നമുക്ക് ലഭ്യമാക്കുകയും അവർക്ക് ബോധവൽക്കരണം നൽകുകയും ചെയ്തു വരുന്നുണ്ട്. ഡോക്ടർ, സർക്കാർ സംവിധാനങ്ങളുടെ അടക്കം ഡോക്ടർ ഈ പറയുന്ന സമയത്ത് പോലും പൊതുസമൂഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതുകൂടി ഒന്ന് സൂചിപ്പിക്കാമോ? പൊതുസമൂഹം ഇതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ പൊതുജനങ്ങൾക്കിടയിലുള്ള സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, അതായത് അവരോട് HIV ബാധിതരോടും ഈ ഹൈറിസ്ക് ഗ്രൂപ്പുകളോടുമുള്ള ഒരു വേർതിരിവ് കാണിക്കാതിരിക്കുക. അവർക്ക് ചികിത്സ എന്നതുവരെ പ്രതിരോധത്തിലെ ഏറ്റവും പ്രധാനമാണ്. HIV ബാധിതർക്കുള്ള ചികിത്സയും സാധ്യതയുള്ളവരിൽ അവരെ അണുബാധ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതും ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അവരെ സമൂഹത്തിൽ വേർതിരിക്കാതെ അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി മുന്നോട്ട് വരാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടാകാൻ അവരെ ശാക്തീകരിക്കുകയും ചെയ്യുന്നതിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം വളരെയധികമാണ്. അതിനാൽ പൊതുജനങ്ങളെ ഇതിലേക്ക് ബോധവൽക്കരിക്കുക, അവരിവരെ സമൂഹത്തിൽ അവരോടൊപ്പം സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും നൽകാൻ സഹായിക്കുകയും വേണം. അതിനായി വിവിധ സംഘടനകൾ ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സർക്കാർ അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. പൊതുജനങ്ങൾ ബോധവാന്മാരാകുക, ഇവരെ നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണെന്നവരെ നമ്മൾ അംഗീകരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ, ഒരു കാര്യം കൂടി, നാളെ ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ്. ഈ അവസരത്തിൽ പൊതുസമൂഹത്തോടും യുവജനതയോടും ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അതായത് HIV അണുബാധ നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന ഒരു അണുബാധയാണ്. അതിൽ നിന്നും ആ അണുബാധ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ നമ്മുടെ ഈ റിസ്ക്കുള്ള ബിഹേവിയറിലേക്ക് പോകാതിരിക്കുക, അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക. അതെന്തെല്ലാമാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ ബോധവൽക്കരണ പരിപാടി പ്രയോജനപ്പെടുത്തുക, അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ HIV അണുബാധരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാനും അവർക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാനും ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതാണ്. അവരെ നമ്മൾ വേണ്ട പരിചരണവും സംരക്ഷണവും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ R. ശ്രീലതയാണ് എയ്ഡ്സിനെ കുറിച്ചും HIV കുറിച്ചും സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്.